ഹലോ നമസ്കാരം. ഞാനിന്ന് ഒരു ജ്യൂസി ആൻഡ് സ്പൈസി ഷവായാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റിൽ ഒരു 5 പീസ് ഷവായ്ക്കുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മീനൊക്കെ വരിയുന്ന പോലെ അത് ഞാൻ വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാരണം മസാലകളൊക്കെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വളരെ കുറച്ചായിട്ട് മുളക് പൊടി ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം അതിലേക്ക് നമ്മൾ മുളകൊക്കെ വേറെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കുറച്ച് മുന്നേ, ഏകദേശം ഒരു 2 മണിക്കൂർ മുന്നേ ഞാൻ അതെല്ലാം കൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുള്ള മസാല കൂട്ടിനായിട്ട് നമ്മളൊരു മിക്സിയിൽ ആദ്യം സോക്ക് ചെയ്തിട്ടുള്ള ഒരു 5-10 മുളക് എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു 10 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ മല്ലിയില, പുതിനയില, ഇതെല്ലാം കൂടിയിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളരെ കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളിടും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര സാധനങ്ങളാണ് അതിലേക്ക് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സിയിൽ അരച്ചിട്ടുള്ള ആ ഷവായുടെ കൂട്ടാണത്, കണ്ടില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇത് ഈ ചിക്കനിലേക്ക് ഇടാണ്. അത് ഞാൻ പറഞ്ഞു ജ്യൂസി ആൻഡ് സ്പൈസിയാണ്. എന്നിട്ട് നന്നായിട്ട് കുറച്ചുകൂടെ ചെറുനാരങ്ങയുടെ നീരെടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ഈ ചിക്കനിൽ പുരട്ടിക്കുന്നത് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്പൂൺ കൊണ്ടോ കയ്യിലുകൊണ്ടോ ആക്കിയാൽ ശരിയാവില്ല. ഇതിനുള്ളിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഇത് നോക്കൂ, ഇത് എല്ലാ സ്ഥലത്തേക്കും ഈ മിക്സിങ് നന്നാക്കിയിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പസമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് എല്ലാം മിക്സായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല അതിൽ നോക്കൂ, കുറച്ച് ജ്യൂസൊക്കെ, അതിൽ നിന്ന് തന്നെ കുറച്ച് ജ്യൂസ് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ട് നമ്മൾ ആ കുക്കറിലേക്ക് ഇടുകയാണ്. ഏകദേശം ഒരു 2 വിസിൽ വരുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇത് നന്നായിട്ട് എന്നിട്ട് നമ്മൾ വിസിൽ വരുത്തണം. കൂടാതെ നമ്മളിതിലുള്ള ആ ജ്യൂസ് ഇതിലേക്ക് കുറച്ചായിട്ട് തട്ടി കൊടുക്കുകയാണ്. നോക്കൂ, 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുക്കറിൽ ഏകദേശം ഒരു 2 വിസിൽ വരത്തക്കവണ്ണാണ് നമ്മൾ വേവിക്കേണ്ടത്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ലാസ്റ്റ് ചേർക്കാനുണ്ട്. നോക്കൂ, കുറച്ച് പെരുംജീരകവും സാദാ ജീരകവും കുറച്ച് കുരുമുളകും കൂടിയിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലെ മസാലകളൊക്കെ കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് അധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഒന്ന് ഈ പാനിലേക്ക് ഒന്ന് വെക്കുകയാണ്. എന്നിട്ട് അതിലുണ്ടായിരുന്ന ആ ഗ്രേവിയൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കണം. ഗ്രേവി ഒന്നും വേസ്റ്റ് ആവുന്നില്ല. അത് ഞങ്ങൾ കുക്കറിൻ്റെ അടിയിലുണ്ടായിരുന്ന ഗ്രേവിയാണ് ചിക്കൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അങ്ങനെ ഇതൊന്ന്
അധികം വേവൊന്നും വേണ്ട, ആ ജ്യൂസൊക്കെ അതിലേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാം.